ഒരു ത്രില്ലർ സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഞാനും സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് റോസ്ലിൻ എന്ന് പറയുന്ന വെബ് സീരീസ്. അതും ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അതിപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ. സഞ്ജന ദീപു എന്ന് പറയുന്ന പെൺകുട്ടിയിലൂടെയാണ് ഈ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് പുള്ളിക്കാരി ഈ പടത്തിൽ നിന്ന് ആ ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ പറയുന്ന ഹക്കീം ഷായും വിനീതും മീനയും എല്ലാം ബ്രില്യൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ കിടുവായിട്ടാണ് അവരുടെ സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഒരു ഫാം ഹൗസിൽ നടക്കുന്ന ഒരു കാര്യം, ഒരു ഹിൽ സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കാര്യം ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു ആംബിയൻസ് ഉണ്ടാക്കി അതിനെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ. സോ വിനായക് നന്ദകുമാറാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. സുമേഷ് ആണ് ഇതിൻ്റെ ഡയറക്ടറും. അതും ജിത്തു ജോസഫ് സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. സോ ജിത്തു ജോസഫാണ് ഈ പടം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതേപോലെ ഒരു ത്രില്ലർ ജോണർ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിരിക്കണം കേട്ടോ. സോ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കുറച്ചായിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് ചില ക്ലൂസൊക്കെ അവർ ഇട്ട് തരുമെങ്കിലും അത് നമുക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലൈമാക്സ് നമുക്കത് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റും. സോ ഒരു ട്വിസ്റ്റും ടേണും എല്ലാം ഉള്ള ഒരു നല്ലൊരു ഫിലിമായിട്ട് ഒരു എന്താ പറയുക, നല്ലൊരു വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സോ നിങ്ങളെന്തായാലും തീർച്ചയായും കണ്ടിരിക്കും. കാരണം ഇതൊരു സ്ലോ പേസ് ത്രില്ലർ ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവിയുടെ പാറ്റേണിലാണ് ഇത് അവർ കൺസീവ് ചെയ്ത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. അതും ആ സഞ്ജന ദീപിൻ്റെ എടുത്തെടുത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ആ പെൺകുട്ടി നന്നായിട്ട് എക്സ്പ്രസീവ് ആയിട്ട് ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയിലൂടെയാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എല്ലാം. പുള്ളിക്കാരിയുടെ ആക്ടിങ്ങും അവരുടെ ഒരു എക്സ്പ്രഷനും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. സോ നിങ്ങൾക്കൊരു ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കാണൂ. അതും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. ബൈ.